വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വിശ്വാസത്തിലൂടെയും അതുപോലെ ഒരു ദീർഘശ്വാസത്തിലൂടെയും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളിൽ ഒരാളുടെ ഒരു സക്സസ് സ്റ്റോറിയാണിത്. നമ്മുടെ സബ്സ്ക്രൈബറുടെ തന്നെ ഒരു സക്സസ് സ്റ്റോറിയാണിത്. ആ കുട്ടി ഒരുപാട് നാളുകളായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടും അത് ഓവർകം ചെയ്ത് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് അത് ചെയ്ത പ്രയത്നങ്ങളും അതിനുശേഷം അതിനുണ്ടായിരുന്ന ഡെലിവറിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സക്സസ് സ്റ്റോറി നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് കുഞ്ഞ് ജനിച്ചു എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ഈ മെസ്സേജിൽ അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: 8 വർഷമായിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട്. ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയും പ്രഗ്നൻ്റ് ആയി. ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടു. ഭർത്താവ് ദൂരെ ജോലി ചെയ്യുന്നത് കൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. ആ സമയം ട്രൈ ചെയ്തു. അങ്ങനെയാണ് ചേച്ചിയുടെ ചാനൽ കണ്ടത്. ചേച്ചിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് ഞാനും ഹസ്ബൻഡിൻ്റെ കൂടെ പോയി താമസിക്കാൻ പോയി. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൂടെ നിന്നപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷം എനിക്ക് കുറഞ്ഞു. രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ദിവസം ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു. ഇതിൽ ഏറ്റവും ആദ്യം ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്: ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ആയിട്ടാണ് നിന്നിരുന്നതെന്ന്. പലരും നമ്മുടെ ആ ഒരു സമയങ്ങളിൽ ഇപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയങ്ങളിൽ ഹസ്ബൻഡ് ഇപ്പോൾ ദൂരോട്ട് ഒരാഴ്ചയിലേക്ക് ഒരു ദിവസം വരുന്നവരുണ്ട്. ചിലവർ മാസങ്ങൾക്ക് ശേഷം, അതായത് ഹസ്ബൻഡ് പ്രവാസി ആയതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷവും മാസങ്ങൾക്ക് ശേഷവും കാണുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇൻ കേസ് ഭർത്താവ് വേറൊരു സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ ഒപ്പം നിങ്ങൾ ഷിഫ്റ്റ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ആ ഒരു ടൈമിലൊന്ന് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്കും ജോലിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾ ഓപ്റ്റായിട്ട് രണ്ടുപേരും കൂടി ജോലിക്ക് പോയിട്ടാണെങ്കിലും ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡ് നമുക്ക് വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ അദ്ദേഹം വരുന്ന ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഓവുലേഷൻ ഡേറ്റ് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ഓവുലേഷൻ നമുക്ക് മിസ്സായി പോകുമോ, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ഈ തവണയും പീരീഡ്സ് വരുമോ, അങ്ങനെയുള്ള ഒരു ടെൻഷനായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇനി വിസിറ്റിങ്ങിൽ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾ 3 മാസത്തേക്ക് വിസിറ്റിങ്ങിലൊക്കെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ടെൻഷനാണ്. അതായത് 3 മാസത്തെ വിസിറ്റിങ്ങിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് 3 ട്രൈ അവിടെയുള്ളൂ, 3 തവണ നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ 3 അറ്റംപ്റ്റിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ നമുക്ക് കയറും. ആദ്യത്തെ തവണ പോകുന്നതിനനുസരിച്ചിട്ട് ഇത്തവണ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നാട്ടുകാരെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ വീട്ടുകാരോട് പറയും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ നമുക്ക് കൂടും. ആ ഒരു റിലാക്സേഷനൊക്കെ, ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് മാറിയിട്ട് നമ്മൾ 100% റിലാക്സ് ആവണമെങ്കിൽ ഹസ്ബൻഡിനോടൊപ്പം ഒരുപാട് നാളുകൾ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടണം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാക്സിമം അതുമായിട്ട് മുൻപോട്ടേക്ക് പോകാനായിട്ട് നോക്കുക കേട്ടോ. കുറച്ചധികം നാളുകൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടും. നിങ്ങളുടെ സ്ട്രെസ് ഒരുപാട് കുറയും. ഇപ്പോൾ ഒരു റൂമിൽ ഇൻലോസിൻ്റെ കൂടെയൊക്കെ നമ്മൾ താമസിച്ച്, ഒരു വീട്ടിൽ നമ്മൾ താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ ചിലപ്പോൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഹസ്ബൻഡ് വരുന്ന സമയത്ത് അതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതായത് ഹസ്ബൻഡ് വരുമ്പോൾ നമുക്ക് കൂടുതലും പറയാനുള്ളത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും പിന്നെയും നമ്മുടെ ആ ഒരു മൈൻഡ് ഒന്ന് ഡൈവേർട്ടായി പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ പിന്നെയും പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാം. ഇനി ആ കുട്ടി ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് ക്ലോസ് വാട്ടർ കുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാമ്പു വെള്ളം നമ്മുടെ ചാനലിൽ ഒരുപാട് പേരെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിച്ചിട്ടുള്ള ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ മെൻസ്ട്രേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെയിറ്റ് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും ഗ്രാമ്പു ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം സെർവിക്കൽ മ്യൂക്കസ് കുറവുള്ള ആളുകൾക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിനും ബ്ലഡ് ഫ്ലോ നമ്മുടെ ജെനിറ്റൽ പാർട്സിലോട്ട് നന്നായിട്ട് ഉണ്ടായിട്ട് പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പുരുഷന്മാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ജെനിറ്റൽ പാർട്സിലോട്ടും ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഇൻക്രീസ് ആവുന്നത് വഴി അവർക്ക് ഇജാക്കുലേഷനൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനും പ്രിമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നത് സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്, സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനും. അതുപോലെ തന്നെ അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ഓവറീസിന്റെ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം LH ഹോർമോണിന്റെ സർജ് ശരീരത്തിൽ ഉണ്ടാകുന്നതിനും കൃത്യം സൈക്കിൾ അനുസരിച്ചിട്ട് എഗ് ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
ഓൾറെഡി ഒരു ഡെലിവറിയൊക്കെ നടന്നിട്ട് അതായത് വജൈനൽ ബർത്തിൽ കൂടി ഡെലിവറി നടന്നിട്ട് നിങ്ങളുടെ വജൈന ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വജൈന ഒന്ന് ടൈറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലോസ് വാട്ടർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. സാധാരണയായിട്ട് നമ്മുടെ ചാനലിൽ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ ഡേറ്റ് വരെ ഗ്രാമ്പു വെള്ളം കുടിക്കാനായിട്ടാണ്. ഇത്രയും ദിവസം വരെ നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിക്കുമ്പോഴേക്കും ആ ഓവുലേഷൻ നടക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഓവറീസ് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ആകുന്നതിനും LHന്റെ ലൂട്രൈസിങ് ഹോർമോണിന്റെ സർജ് ഉണ്ടായിട്ട് നാച്ചുറലി തന്നെ ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് എഗ് റപ്ചർ ആവുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പു വെള്ളത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഇത് ഉപയോഗിക്കേണ്ടത് ഒരു പ്രത്യേക രീതിക്കാണ്. അതായത് 3-4 ഗ്രാമ്പു എടുത്തിട്ട് നിങ്ങൾ തലേ ദിവസം കുതിർത്താനായിട്ട് വെക്കുക. ദെൻ അതിനുശേഷം പിറ്റേ ദിവസം ആ ഒരു ഗ്രാമ്പു വെള്ളത്തോട് ഉൾപ്പെടെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാനായിട്ട് നോക്കുക. ഒരു ഗ്ലാസ് ആണ് നിങ്ങൾ ഗ്രാമ്പു വെള്ളം എടുക്കുന്നതെങ്കിൽ അത് അര ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ തിളപ്പിക്കാനായിട്ട് നോക്കുക. ശേഷം മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈറോയിഡിന്റെ മെഡിസിൻസോ അല്ലെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്ക് എടുക്കേണ്ട എന്തെങ്കിലും സപ്ലിമെന്റ്സോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം നിങ്ങൾ അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ടിപ്പാണ് ആ കുട്ടിയും യൂസ് ചെയ്തത്. അതിനും സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടും. രണ്ടാമതായിട്ട് പറഞ്ഞത് ഡെയിലി 3 times എക്സസൈസ് ചെയ്തു എന്നാണ്. മെയിൻലി ലെഗ് അപ്പ് ദ വോൾ എക്സസൈസും മാലാസന എക്സസൈസും ചെയ്തു എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു നേരം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് റിലാക്സ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ ഫോർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഇതുപോലുള്ള ഫോർട്ടിലിറ്റി എക്സസൈസുകൾ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ സ്റ്റിമുലേറ്റ് ആവുന്നതിനും അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും അവയ്ക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഒരുപാടുണ്ട്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, 1 legged ബ്രിഡ്ജ് പോസ്, അതുപോലെ ബ്രിഡ്ജ് പോസ്, അതുപോലെ ഒരുപാട് മാലാസന എക്സസൈസ്, മാലാസന വോക്ക് എക്സസൈസ്, ചെയർ പോസ്, ഇങ്ങനെ ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകളുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫെർട്ടിലിറ്റി എക്സസൈസിന്റെ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടവയാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ. കാരണം ഇതിന്റെ പേര് പോലെ തന്നെ പ്രത്യുൽപാദന അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഇതെല്ലാം തന്നെ കേട്ടോ. അപ്പോൾ ഈ കുട്ടി അത് ഒരു ദിവസം 3 തവണയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു നേരം ഒരു 30 മിനിറ്റാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഈ കുട്ടി 1.5 മണിക്കൂറോളം ഈ എക്സസൈസിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. അടുത്തതായിട്ട് ഈ കുട്ടി ചെയ്തത് ചോറ് കുറച്ചു കറികൾ കൂടുതലായിട്ട് എടുത്ത് കഴിക്കാനായിട്ട് നോക്കി. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ചോറിന്റെ അളവ് കുറയ്ക്കണം. കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾക്ക് ഒബിസിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഷുഗർ ലെവലിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറിന്റെ അളവ് നിങ്ങൾ നന്നായിട്ട് കുറച്ചതിന് ശേഷം കറികൾ തോരനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഴുക്കുവരട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. സാലഡ്സ് കഴിക്കാനായിട്ട് നോക്കുക. ഇതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് കേട്ടോ. അത് തന്നെയാണ് ഈ കുട്ടിയും ഫോളോ ചെയ്തത്. അടുത്തതായിട്ട് ചെയ്ത കാര്യം ഓൾട്ടർനേറ്റീവിൽ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. സാധാരണയായിട്ട് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് പ്രഗ്നൻസി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും ഓവുലേഷൻ ഡേറ്റിലോട്ട് മാത്രം ചുരുങ്ങി പോകാറുണ്ട്. ഓവുലേഷൻ ഡേറ്റ് ഡോക്ടർ നമ്മളോട് പറഞ്ഞു തരുന്ന 5 ദിവസം മാത്രമല്ല നമ്മൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ചില സമയങ്ങളിൽ നേരത്തെ ഓവുലേഷൻ ഉണ്ടാകാം, ചില സമയങ്ങളിൽ വൈകി ഉണ്ടാവാം, ചില സമയങ്ങളിൽ 1-2 എഗ് റപ്ചർ ആകാം, ചില സമയങ്ങളിൽ ഓവുലേഷൻ ഉണ്ടാവാതെയും ഇരിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നതിനായിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാകാം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് എന്നാണോ വരുന്നത് അതിനേക്കാളും കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് തുടങ്ങണം. ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്ത പീരീഡ് പ്രതീക്ഷിക്കുന്നതിന് 10 ദിവസം മുൻപ് വരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണ്, ബോഡിക്ക് റെസ്റ്റ് വേണ്ട സമയമാണ്. ആ സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. ഓൾട്ടർനേറ്റീവ്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിൽ കൂടുതൽ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് ഈ കുട്ടി പറഞ്ഞത് മെഡിറ്റേഷനും അതുപോലെ ബ്രീത്തിങ് എക്സസൈസും ചെയ്തു എന്നാണ് കേട്ടോ. നന്നായിട്ട് ഓക്സിജൻ ശരീരത്തിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ മെഡിറ്റേഷനും അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഞാനും എൻ്റെ ദൈവവും അല്ലെങ്കിൽ ഞാനും ആ ഒരു യൂണിവേഴ്സും എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പോകുന്നത്. അത് നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കി വെക്കുന്നതിനും നമ്മളുടെ ആ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ ഒന്ന് സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഈ കുട്ടി പറഞ്ഞത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. നന്നായി
നന്നായിട്ട് ശ്വാസം നമ്മുടെ ഓക്സിജൻ ശരീരത്തിനകത്തേക്ക് എത്തുന്നതിനും ആ ഓക്സിജൻ സപ്ലൈയും ബ്ലഡ് സർക്കുലേഷനും കൃത്യമായിട്ട് നടക്കുന്നതിനും സഹായിക്കുന്നതാണ് ഇതുപോലുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രാണായാമ, അനുലോമ വിലോമ അങ്ങനെയുള്ള എക്സസൈസുകൾ, ബ്രീത്തിങ് എക്സസൈസ്, ഭ്രമരി പ്രാണായാമ ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുന്നതും ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ഇക്കൂട്ടി ചെയ്തത് കാസ്റ്റർ ഓയിൽ മസാജാണ്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് പേർക്ക് ട്യൂബ് ബ്ലോക്കേജ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ കാസ്റ്റർ ഓയിൽ മസാജ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. ആയുർവേദത്തിൽ ലൈഫിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മുടെ നേവൽ ബട്ടനെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെയിൻസും ലിങ്ക് ആകുന്ന ഒരു പോയിന്റ് ആണ് ഈ നേവൽ ഏരിയ എന്ന് പറയുന്നത്. അവിടേക്ക് ആവണക്കണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇനി എന്തുകൊണ്ട് കാസ്റ്റർ ഓയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടിവയറിലെ കോശങ്ങളെയൊക്കെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. പെൽവിക്കിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് അത് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റുകൾ ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നു. അതായത് നമ്മുടെ മെൻസ്ട്രേഷൻ്റെ സമയത്തുണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വേദനകൾ റിഡ്യൂസ് ചെയ്യുന്നതിന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന്, നമ്മുടെ അബ്ഡോമനിൽ വരുന്ന മറ്റു പല വേദനകളും അസ്വസ്ഥതകളൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന്, നമ്മുടെ ജോയിന്റ് പെയിനൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന്, നമ്മുടെ ഉറക്കമൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നിങ്ങൾക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടുതലുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഈ കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കുന്നതിന്, നമ്മുടെ ഹെയർ നന്നായിട്ട് വളരുന്നതിനും വേണ്ടിയിട്ടും കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതും നിങ്ങളെ സഹായിക്കുന്നു. ഈ കാസ്റ്റർ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിച്ചവർക്ക് മനസ്സിലാകും അത് കുറച്ച് തിക്കായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഡൈല്യൂട്ട് ആക്കുക. അതിനുശേഷം നമ്മുടെ വയറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഹോട്ട് ബാഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്യുക. ഈ ഹോട്ട് ബാഗ് ഇടുന്നതിന് മുൻപായിട്ട് വയറിൻ്റെ മുകളിലൊരു തുണി ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹീറ്റ് ശരീരത്തിലോട്ട് എത്തും. അതുകൊണ്ട് വയറിൻ്റെ മേളിൽ ചെറിയൊരു ടവൽ വിരിച്ചതിന് ശേഷം ഹോട്ട് ബാഗ് ഉപയോഗിച്ചിട്ട് പയ്യെ പയ്യെ മസാജ് ചെയ്ത് നോക്കുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റീഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ റീഫ്രഷിങ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യേണ്ടത് പീരിയഡ്സിൻ്റെ ഡേ മുതൽ ഓവുലേഷൻ ഡേ വരെ മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ആ കുട്ടി ചെയ്ത കാര്യങ്ങൾ. ആൻഡ് കഴിഞ്ഞ ജനുവരി 29 എനിക്ക് കുഞ്ഞ് ജനിച്ചു. എന്തിനാണ് ജീവിക്കുന്നതെന്ന് ആലോചിച്ചിരുന്ന എനിക്ക് ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കി തന്നു, എൻ്റെ ടെൻഷൻ കുറച്ച് തന്നു. നന്ദിയുണ്ട് എല്ലാറ്റിനും. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി കിട്ടി, ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ കിട്ടി. ഇത്രയുമാണ് ടിപ്സൊക്കെ ഫോളോ ചെയ്തത്. നമ്മൾ നാച്ചുറലായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം എല്ലാ സ്ത്രീകൾക്കും തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ചിലർക്ക് ചില രീതിക്ക് മെഡിക്കേഷൻസിൻ്റെയും മറ്റു ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ആവശ്യകത ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളും ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ടിപ്സും കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് ലൈഫ് സ്റ്റൈലിൽ കുറച്ചുകൂടി ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ഇതെല്ലാം നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.